മിസറിന്റെ രാജാവിനെയും കൂട്ടരെയും തളിച്ചിട്ട് വിശ്വപോരാട്ടത്തിന് കച്ചമുറുക്കുകയാണ് കാർലോ അഞ്ചലോട്ടിയുടെ കാനറിപ്പട. ഗൊയ്മറസ് പ്രതീക്ഷ നൽകിയെങ്കിലും അതിനെ കെടുത്തിയ ഈജിപ്തിന്റെ സീക്കോക്ക് മറുപടിയായി പകരക്കാരന്റെ റോളിൽ യുവതാരം എൻട്രിക് അവതരിച്ചതോടെ ബ്രസീലിൽ തങ്ങളുടെ 2 സൗഹൃദ മത്സരങ്ങളിലും വിജയഗാഥ മുഴക്കിയാണ് ലോകകപ്പിലേക്കുള്ള ഒരുക്കങ്ങൾ പൂർത്തിയാക്കുന്നത്. മത്സരത്തിന്റെ ആദ്യ നിമിഷങ്ങളിൽ ഈജിപ്തിന്റെ ഗോൾ മുഖത്ത് അപകടം വിതക്കുന്ന ബ്രസീലിനെയാണ് കാണാൻ സാധിച്ചത്. ആദ്യ ഗോൾ പിറക്കാൻ കാനറികൾക്ക് അധിക നേരം കാത്തിരിക്കേണ്ടി വന്നില്ല. മത്സരത്തിലെ 6-ാം മിനിറ്റാണ്. ഈജിപ്തിന്റെ പ്രതിരോധ താരത്തിൽ നിന്ന് പിടിച്ചെടുത്ത പന്തുമായി ഗോൾ വല ലക്ഷ്യമാക്കി ബ്രൂണോ ഗെയ്മറസിന് പിടിപ്പത് പണിയൊന്നുമില്ലായിരുന്നു. ഗൊയ്മറസ് തൊടുത്ത ഷോട്ട് ഗോൾ കീപ്പർക്ക് യാതൊരു അവസരവും നൽകാതെ വല തുളച്ചു. നൗ ബ്രസീൽ 1 ഈജിപ്ത് 0. എന്നാൽ ആ ഗോളിന്റെ ആരവങ്ങൾക്ക് വെറും 4 മിനിറ്റിന്റെ ആയുസ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ബ്രസീൽ ഗോൾ പോസ്റ്റിന് സമീപം മാർക്കിനോസ് നടത്തിയ പിഴവ് കാനറിപ്പടക്ക് വിനയാകുന്നു. മത്സരത്തിന്റെ 10-ാം മിനിറ്റിൽ സീക്കോ പന്തിനെ തന്റെ പരിധിയിലാക്കുമ്പോൾ ബ്രസീലിയൻ പ്രതിരോധ നിരയെല്ലാം അയാൾക്ക് പിറകിലാണ്. രക്ഷാകവചമൊരുക്കാൻ മുന്നോട്ട് കയറി വന്ന അലിസണ് കാര്യങ്ങൾ തന്റെ വരുതിയിലൊതുക്കാൻ സാധിച്ചില്ല. 1-on-1 സിറ്റുവേഷനിൽ നിലം പറ്റിയുള്ള സീക്കോയുടെ ഷോട്ട് നെറ്റിൽ പതിക്കുകയാണ്. ബ്രസീലിന്റെ ലീഡ് വെട്ടിപ്പിടിച്ച സന്തോഷത്താൽ സീക്കോ സന്തോഷത്താൽ പ്രണമിക്കുകയാണ്. എന്താണ് സംഭവിക്കുന്നതെന്ന മട്ടിൽ ആഞ്ചലോട്ടി ഇരുകരങ്ങളും ഉയർത്തി നിരാശവാനാണ്. മത്സരത്തിലെ 17-ാം മിനിറ്റ്. പന്ത് തന്റെ വരുതിയിലാക്കാൻ ശ്രമിക്കുന്ന ഇഗർ തിയാഗോയ്ക്ക് ചുറ്റും ഗോൾ കീപ്പർ അടക്കം 3 പേരാണുള്ളത്. തിയാഗോയുടെ ശ്രമം വിഫലമായി. പന്ത് ഈജിപ്ത് ഗോൾ കീപ്പർ സോബിയർ തന്റെ കൈപ്പിടിയിൽ ഒതുക്കുകയാണ്. 26-ാം മിനിറ്റിൽ വിനിയുടെ കുതിപ്പ് ഗോളിൽ അവസാനിക്കുമെന്ന് കരുതിയതാണ്. എന്നാൽ നിർഭാഗ്യമെന്നോണം ലക്ഷ്യത്തിലേക്ക് പായിച്ച ഷോട്ടിന് മുന്നിൽ സോബിയർ വീണ്ടും അവതരിക്കുന്നു. 38-ാം മിനിറ്റിൽ വീണ്ടൊരിക്കൽ കൂടി ഇഗർ തിയാഗോ ലക്ഷ്യത്തിലേക്ക് വെടിപൊട്ടിച്ചെങ്കിലും ഷീൽഡ് റോളിൽ വീണ്ടും കാവൽക്കാരൻ ആ ഗോൾ കീപ്പർ രക്ഷകനായി. ഇടവേളക്ക് പിരിയുമ്പോൾ ഇരു കൂട്ടരും ഓരോ ഗോളുകൾ വീതം നേടി സമനില പാലിക്കുകയാണ്. 2-ാം പകുതിയിലേക്ക് വരുമ്പോൾ ഈജിപ്തിൻ കരുത്ത് പകരക്കാരൻ അവരുടെ രാജകുമാരൻ മുഹമ്മദ് സല കളത്തിലേക്ക് എത്തുകയാണ്. കാനറിപ്പടയിൽ 8 മാറ്റങ്ങളാണ് നടന്നത്. അതോടെ ക്യൂഞ്ഞ, ബെവർട്ടൻ, ബ്രമ്മർ, പെരേര, ഫാബിഞ്ഞോ, ഡാനിലോ, എൻട്രിക്, ലൂയിസ് എൻട്രിക്കെ എന്നിവരെല്ലാം കളത്തിലെത്തി. 2-ാം പകുതിയുടെ തുടക്കത്തിൽ തന്നെ റാഫീഞ്ഞയെ തേടി സുവർണാവസരം എത്തിയെങ്കിലും ഫിനിഷിംഗ് ടച്ച് നൽകാൻ റാഫീഞ്ഞക്ക് സാധിച്ചില്ല. പക്ഷേ റാഫീഞ്ഞ തളരാൻ തയ്യാറായിരുന്നില്ല. മത്സരത്തിന്റെ 51-ാം മിനിറ്റിൽ ബോക്സിന്റെ ഇടതുവശത്ത് നീക്കം ആരംഭിച്ച റാഫീഞ്ഞക്ക് മുന്നിൽ പ്രതിരോധ സാന്നിധ്യമുണ്ട്. എന്നാൽ അവിടെ പതറാതെ സഹതാരം എൻട്രിക്കയിലേക്ക് പന്ത് നീട്ടുന്നു. പിന്നെയെല്ലാം പെട്ടെന്നായിരുന്നു. പകരക്കാരന്റെ റോളിലെത്തിയ എൻട്രിക് കാലിൽ കിട്ടിയ പന്തിനെ വെടിയുണ്ട കണക്കെ ഈജിപ്തിന്റെ വല തുളച്ച് ബ്രസീലിന് ലീഡ് സമ്മാനിക്കുകയാണ്. നൗ ബ്രസീൽ 2 ഈജിപ്ത് 1. പിന്നാലെ സലാഹിന്റെ പരീക്ഷണമെത്തിയെങ്കിലും ബാറിനോട് തൊട്ടുരുമ്പി വെളിയിലേക്ക് പോയി. എല്ലാത്തിനുമൊടുക്കം റഫറിയുടെ അന്തിമകാഹളം മുഴങ്ങുമ്പോൾ ക്ലീവ്ലാൻഡ് ബ്രൗൺ സ്റ്റേഡിയത്തിൽ ബ്രസീൽ ആരാധകരുടെ ആരവങ്ങളാണ്. കളിച്ച കളി 2ഉം ജയിച്ചടക്കിയാണ് കാനറിപ്പട ലോകകപ്പ് പോരാട്ടങ്ങൾക്ക് വരവറിയിക്കുന്നത്. ആദ്യ മത്സരത്തിൽ പനാമയ്ക്കെതിരെ ആറാട്ട് നടത്തിയ ബ്രസീൽ മിസറിന്റെ പടക്കോപ്പുകളെയും തളച്ചിടുകയാണ്. പനാമയ്ക്കെതിരെ വിജയിച്ചപ്പോൾ പലരുടെയും വിമർശനം ഇങ്ങനെയായിരുന്നു: ചെറിയ ടീമിനെതിരെ വിജയിച്ചു കയറാൻ ആർക്കും സാധിക്കും, പറ്റുമെങ്കിൽ ഈജിപ്തിനെതിരെ ജയിച്ചു കാണിക്കൂ. വിമർശകരും പുച്ഛിച്ചവരും കൺകുളിർക്കി കാണുക. കാനറിപ്പട വടക്കേ അമേരിക്ക അടക്കി വായാൻ 2ഉം കൽപ്പിച്ചാണ് വരുന്നത്. മത്സരശേഷം മാധ്യമങ്ങളെ കണ്ട ബ്രസീൽ പരിശീലകൻ കാർലോ അഞ്ചലോട്ടി വരാനിരിക്കുന്ന ലോകകപ്പ് പോരാട്ടങ്ങൾക്കായുള്ള ടീമിന്റെ ഒരുക്കങ്ങളെക്കുറിച്ചും പ്രധാന തന്ത്രങ്ങളെക്കുറിച്ചും വ്യക്തമായ സൂചന നൽകി. ലോകകപ്പിലെ ആദ്യ മത്സരത്തിനുള്ള സ്റ്റാർട്ടിംഗ് 11 കുറിച്ച് തനിക്ക് കൃത്യമായ ധാരണയുണ്ടെന്ന് വ്യക്തമാക്കിയ അദ്ദേഹം കഴിഞ്ഞ മത്സരങ്ങളിൽ പിന്തുടർന്ന അതേ ഫോർമേഷനും ടീം ഘടനയും തന്നെയാകും മുന്നോട്ട് കൊണ്ടുപോകുകയെന്നും ഒപ്പം എല്ലാ കളിക്കാർക്കും ആവശ്യത്തിന് അവസരങ്ങൾ നൽകി ടീമിൽ മികച്ചൊരു ഒത്തിണക്കം ഉറപ്പാക്കാൻ ശ്രമിക്കുന്നതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. പരിക്കേറ്റ് വിശ്രമിക്കുന്ന സൂപ്പർ താരം നെയ്മറെ ലോകകപ്പ് ടീമിൽ നിന്ന് മാറ്റില്ലെന്ന് ഉറപ്പിച്ചു പറഞ്ഞ കോച്ച് നിലവിൽ ഫിസിയോതെറാപ്പിയും പ്രത്യേക പരിശീലനവും തുടരുന്ന താരം ഗ്രൂപ്പ് ഘട്ട മത്സരങ്ങളോടെ പൂർണ്ണ ഫിറ്റ്നസ് വീണ്ടെടുത്ത് കളിക്കളത്തിലേക്ക് തിരിച്ചെത്തുമെന്ന പ്രത്യാശ പങ്കുവെക്കാനും മറന്നില്ലായിരുന്നു. ജൂൺ 14-ന് ന്യൂയോർക്കിലെ മെറ്റ്ലൈഫ് സ്റ്റേഡിയത്തിൽ വെച്ച് ശക്തരായ മൊറോക്കോക്കെതിരെയാണ് ബ്രസീലിന്റെ ആദ്യ പോരാട്ടം. തുടർന്ന് ജൂൺ 20-ന് ഫിലാഡൽഫിയയിൽ വെച്ച് ഹെയ്ത്തിയെയും
ജൂൺ 24-ന് മിയാമിയിൽ വെച്ച് സ്കോട്ട്ലാൻഡിനെയും ബ്രസീൽ നേരിടും. ആൻസലോട്ടിയുടെ ആദ്യ 11 ഇങ്ങനെയാകാനാണ് സാധ്യത. വിശ്വസ്തനായ ഗോൾ കീപ്പർ അലിസൺ ബെക്കർ. പ്രതിരോധ നിരയിൽ മാർക്കിനോസ്, ഗബ്രിയൽ മഗല്ലസ് എന്നിവർ സെന്റർ ബാക്കായും വെസ്ലിയും ഡഗ്ലസ് സാന്റോസ് എന്നിവർ വിങ്ങുകളിലേക്കും അണിനിരക്കും. മധ്യനിരയുടെ നിയന്ത്രണം പരിചയസമ്പന്നനായ കസമീറോ, ക്രിയേറ്റീവ് മിഡ്ഫീൽഡർ ബ്രൂണോ ഗെയ്മറസ്, അതുപോലെ തന്നെ അറ്റാക്കിംഗ് താരം ലുക്കാസ് പക്കറ്റ എന്നിവരിലായിരിക്കും. മുന്നേറ്റ നിരയിൽ ലോകത്തെ ഏറ്റവും മികച്ച അപകടകാരിയായ ലെഫ്റ്റ് വിങ്ങർ വിനീഷ്യസ് ജൂനിയറും റൈറ്റ് വിങ്ങിൽ റാഫീഞ്ഞയും കളം നിറയുമ്പോൾ പ്രധാന സ്ട്രൈക്കറായി ഇഗർ തിയാഗോയോ അല്ലെങ്കിൽ മാറ്റിയസ് ക്യൂഞ്ഞയോ സ്ഥാനം പിടിക്കും. നിലവിൽ പരിക്കിന്റെ പിടിയിലുള്ള സൂപ്പർ താരം നെയ്മർ ജൂനിയർ ഗ്രൂപ്പ് ഘട്ടത്തിൽ ഫിറ്റ്നസ് വീണ്ടെടുക്കുന്നതോടെ അറ്റാക്കിംഗ് മിഡ്ഫീൽഡറായോ ഫോർവേഡായോ ആദ്യ 11-ലേക്ക് എത്തുമെന്നാണ് പ്രമുഖ മാധ്യമങ്ങളുടെ റിപ്പോർട്ടുകൾ. കാത്തിരിക്കാം വടക്കേ അമേരിക്കയിലെ കാൽപന്താരവത്തിനായി.